സ്ട്രെസ് ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഹെൽത്ത് കണ്ടീഷനാണ് ഒബസിറ്റി അഥവാ അമിതവണ്ണം. ക്രോണിക് സ്ട്രെസ്സുള്ള ഒരാളുടെ ബോഡിയിൽ റിലീസ് ചെയ്യുന്ന കോർട്ടിസോൾ അയാളുടെ ഇൻസുലിൻ മെറ്റബോളിസം ആൾട്ടർ ചെയ്യുന്നു, ലോങ് ടേം ഹോർമോണൽ ഇംബാലൻസസ് വരുത്തുന്നു, അതുപോലെ തന്നെ മെറ്റബോളിസം ഡിലേ ചെയ്യുന്നു. ചിലരിൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിൽ അവർക്ക് വിശപ്പ് അധികമാവുകയും ഈ സ്ട്രെസ്ഫുൾ ഫാക്ടർ അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമിതമായിട്ട് ആഹാരം കഴിക്കുന്ന ടെൻഡൻസി ഉണ്ടാവുന്നു. ഇതിനെ സ്ട്രെസ് ഈറ്റിംഗ് അല്ലെങ്കിൽ ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയുന്നു. സോ ഇതുമൂലം ഫാറ്റ് ഡിപ്പോസിറ്റ്, കൊളസ്ട്രോൾ ഡിപ്പോസിറ്റ് ഉണ്ടാവുകയും ഒബസിറ്റിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരാളുടെ ബോഡി മാസ് ഇൻഡെക്സ് നോർമൽ റേഞ്ചിൽ നിന്നും ഹയർ ലെവലിലേക്ക് എത്താനും ഇതുമൂലം ഭാവിയിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിലേക്കാണ് അയാൾ നയിക്കുന്നത്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, അതുപോലെ തന്നെ തേയ്മാനം, മുട്ടുവേദന മുതലായ അസുഖങ്ങൾ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. സോ ഇത്തരം കണ്ടീഷൻസിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, റെഗുലറായിട്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതോടൊപ്പം മറ്റ് സ്ട്രെസ് റിലീഫിംഗ് ടെക്നിക്സ് കൂടി പ്രാക്ടീസ് ചെയ്യുക. സോ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ ഒരാളുടെ ബോഡി മാസ് ഇൻഡെക്സ് നോർമൽ ലെവലിലേക്ക് എത്താനും ഇതുമൂലം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്.